ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിൽ 41 മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ മഞ്ഞൾ നീരാട്ട് ഡിസംബർ 28 നടക്കും. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഗൗരി പ്രദീപ് നിർവഹിച്ചു. വിവിധ ദിവസങ്ങളിലായി തീച്ചാമുണ്ടി, മുത്തപ്പൻ വെള്ളാട്ടം, മുടിയേറ്റ് എന്നിവയും നടക്കും. ഡിസംബർ 20 രാത്രി 7:30 പ്രദീപൻ പെരുവണ്ണാൻ കണ്ണൂരും സംഘവും അവതരിപ്പിക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടം നടക്കും. 21 വൈകിട്ട് 7 ആനന്ദ നടനം നൃത്തസന്ധ്യ, 22 വൈകിട്ട് 6:30 സംഗീത നൃത്താഞ്ജലി എന്നിവയും ഉണ്ടായിരിക്കും. ഡിസംബർ 23 രാത്രി 7:30 കോഴിക്കോട് ശ്രീനിവാസനും സംഘവും തീച്ചാമുണ്ടി ഗുളികൻ അവതരിപ്പിക്കും. 25 വൈകിട്ട് 7 നൃത്താർച്ചന, 7:30 കളമെഴുത്തും പാട്ടും, 10 കീഴില്ലം ശങ്കരൻകുട്ടിമാരാർ സ്മാരക മുടിയേറ്റ് സംഘത്തിൻ്റെ മുടിയേറ്റ് എന്നിവയും നടക്കും. ഡിസംബർ 27 രാവിലെ 7:30 മാരിയമ്മൻ പൊങ്കാല, 5:30 കുംഭം എഴുന്നള്ളിപ്പ്, ഘോഷയാത്ര, 7:05 പുഷ്പാഭിഷേകം. ഡിസംബർ 28 രാവിലെ 9 മഞ്ഞൾ നീരാട്ട്, ദീപാരാധന, മഹാപ്രസാദമൂട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തീരുമാനങ്ങൾ കമ്മിറ്റിക്കാരെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വരാൻ പോകുന്നത്. അവിടെ 20-ാം തീയതി മുത്തപ്പൻ വെള്ളാട്ട്, 21 തീച്ചാമുണ്ടിയും, 25 മുടിയേറ്റും, തുടർന്ന് 27 ചരിത്ര പ്രാധാന്യമുള്ള മാരിയമ്മൻ കോവിൽ പൊങ്കാലയും, ഡിസംബർ 28 മാരിയമ്മയുടെ ഇഷ്ട വഴിപാടായ മഞ്ഞൾ നീരാട്ട് നടത്തപ്പെടുന്നത്. ക്ഷേത്രകലകൾക്കാണ് നമ്മൾ ഈ പ്രാവശ്യം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. തീച്ചാമുണ്ടി, മുത്തപ്പൻ വെള്ളാട്ട്, മുടിയേറ്റ് അതുപോലുള്ള ക്ഷേത്രകലകളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് പ്രസിഡന്റ് KC ശിവനാചാരി, സെക്രട്ടറി N സന്തോഷ് കുമാർ, ട്രഷറർ TH അഖിൽ, വൈസ് പ്രസിഡന്റുമാരായ വേണുഗോപാൽ, ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു.